അവസാന നോക്ക് കാണുവാൻ ഉപ്പ എത്തിയത് വീൽ ചെയറിൽ. UAE കണ്ട വളരെയധികം ദയനീയപരമായ ആ ഒരു കാഴ്ച കണ്ടു നിന്നവരെല്ലാം ഞെട്ടി. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? വളരെയധികം ദയാപരമായ ദയനീയമായ ഒരവസ്ഥ. സന്തോഷത്തോടെ കളിച്ച് ചിരിച്ച് ഫസ്റ്റ് കാണാൻ പോയി സന്തോഷിച്ച് തിരിച്ച് ആ കാഴ്ചകളെല്ലാം, ആ ഒരു അനുഭവങ്ങളെല്ലാം പങ്കുവെക്കാൻ ഇന്ന് ആ 4 മക്കളുമില്ല. അള്ളാഹുവിൻ്റെ അരികിലേക്ക് യാത്രയായി. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. അവർ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഏതാനും നിമിഷങ്ങൾക്കും നഷ്ടപ്പെടും എന്നുള്ളത്. പിതാവ് പരിക്കുകളോടെ ഹോസ്പിറ്റലിലാണ്. പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട മക്കളെ മറവ് ചെയ്യുന്നെങ്കിലും എന്ന് കാണണമെന്ന് ആ പിതാവ് കരഞ്ഞു പറഞ്ഞപ്പോൾ ഹോസ്പിറ്റൽ അധികൃതർ വിടാൻ തയ്യാറായിരുന്നില്ല. കാരണം അദ്ദേഹം തന്നെ വലിയ ട്രീറ്റ്മെൻറ്റിൽ തന്നെയായിരുന്നു. എന്നാൽ ആ പിതാവിന് പിന്നീടൊരിക്കലും ആ പൊന്നുമക്കളെ കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള ആ ഒരു കാര്യം ഓർത്തിട്ട് ഒടുവിൽ അവരത് സമ്മതിക്കുകയായിരുന്നു. വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ടാണ് അത്രയും മയ്യത്തുകൾ, അതെ തൻ്റെ പ്രിയപ്പെട്ട പിഞ്ചോമനകൾ 4 മയ്യത്തുകൾ കാണാൻ ആ പിതാവ് എത്തിയത്. അദ്ദേഹത്തിന് കണ്ണീരില്ല, പകരം മനസ്സ് തീക്കനലാൽ എരിയുകയായിരുന്നു. ചേതനയേറ്റ തൻ്റെ പിഞ്ചുമക്കളുടെ ആ ഒരു മയ്യത്തുകൾ കാണുമ്പോൾ ആ പിതാവിൻ്റെ ഹൃദയം എവിടെയോ ആയിരിക്കും. അതെ, പൊന്നുമ്മ വിചാരിക്കുന്നത് തൻ്റെ മക്കൾ വേറെ എങ്ങോട്ടോ ദൂരയാത്രയ്ക്ക് പോകുന്ന പോലെയാണ്. അതെ, എന്നും സ്കൂളിലേക്ക് മാറ്റി ഒരുക്കി കുളിപ്പിച്ച് പറഞ്ഞേക്കുന്ന ആ ഉമ്മ, അതെ ഇന്ന് ആ മക്കളെ പറഞ്ഞേക്കുന്നത് ഖബറിലേക്കാണ്. ഒരിക്കൽ പോലും തിരിച്ചു വരാത്ത, അതെ അവരുടെ ഖബറെന്ന ആ സ്കൂളിലേക്ക് ആ മക്കളെ ആ പൊന്നുമ്മ പറഞ്ഞു വിടുകയാണ് കണ്ണീരോടെ. വെറും 5 വയസ്സ് പ്രായം മാത്രമുള്ള അയാഷ് മോനും 8 വയസ്സ് മാത്രം പ്രായമുള്ള അൻസാമും, അതെ 12 വയസ്സുകാരനായ അമ്മാറും 14 വയസ്സുകാരൻ അഫാനും, അതെ ആ കുടുംബത്തിൽ നിന്ന് അള്ളാഹുവിലേക്ക് യാത്രയായിട്ടുണ്ട്. ആ ഒരു വേദനാജനകമായ വാർത്ത, റബ്ബേ എങ്ങനെയായിരിക്കും ആ ഉമ്മയും ഉപ്പയും അത് സഹിക്കുക? അള്ളാഹുവേ അവർക്ക് നീ ക്ഷമ നൽകി റഹ്മാനെ. പക്ഷേ ചെറിയ മക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് മാതാപിതാക്കൾക്ക് നല്ല കാര്യമാണെന്ന് പറയും. പക്ഷേ എങ്ങനെ സഹിക്കും? അതെ അവർ സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതെ ആ മാതാപിതാക്കൾ, അതെ മാതാപിതാക്കളെ കാണുമ്പോൾ അവർ പൂമ്പാറ്റകളെ പോലെ പാറിപ്പറക്കുന്നവരായിരിക്കും. ആ മക്കൾ തൻ്റെ പൊന്നു മാതാപിതാക്കളെ കാണുമ്പോൾ അവരുടെ വസ്ത്രത്തിലങ്ങ് പിടിക്കുമത്രേ. അല്ലാ, ഞങ്ങളുടെ മാതാപിതാക്കളെ ഇപ്പോൾ തന്നെ നീ സ്വർഗത്തിൽ കയറ്റണം അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആ മക്കൾ കരയുമത്രേ. എന്നാൽ അള്ളാഹുവിന് അത് കണ്ടു നിൽക്കാനാവില്ല. അപ്പോഴേക്കും മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ആ ഉമ്മയും ഉപ്പയും രക്ഷപ്പെട്ടു എന്ന് പറയാം. അവർക്ക് സ്വർഗത്തിൽ കാത്തിരിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ പൊന്നു മക്കളുണ്ടാകും. നമ്മളെപ്പോഴും മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരിക്കുക, റഹ്മാനെ ഇതൊന്നും എൻ്റേതല്ല, എൻ്റെ മക്കളൊരിക്കലും ഇത് എൻ്റേതല്ല, ഒക്കെ അള്ളാഹു എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. ഏത് നിമിഷവും അള്ളാഹുവെ നീ എടുത്തു കൊണ്ടുപോകും എന്നൊരു പ്രതീക്ഷ നമുക്ക് വേണം. എൻ്റേതാണ്, എൻ്റെ സ്വന്തമാണെന്ന് പറയാൻ നമുക്കൊന്നും അവകാശമല്ല. കാരണം ഏത് നിമിഷവും അള്ളാഹു ഇത് എടുത്തു കൊണ്ടുപോകുമ്പോൾ നമുക്കത് വല്ലാത്തൊരു വിഷമം ഉണ്ടാകരുത്. അപ്പോൾ ഏത് സമയവും അതെ ആ മക്കളായാലും സമ്പത്തായാലും എന്തൊക്കെ തന്നെ അള്ളാഹുവേ നീ തന്ന അനുഗ്രഹങ്ങളാണിതെല്ലാം എന്നുള്ളൊരു ഓർമ്മ ഉണ്ടാകുന്നത് നല്ലതാണ്. ഏത് നിമിഷവും അനുഗ്രഹങ്ങളെ അള്ളാഹു എടുത്തു കൊണ്ടുപോകും എന്നുള്ളൊരു ചിന്തയും, അതെ മക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെ ആ മക്കൾക്ക് സ്വർഗത്തിൽ സ്ഥാനം കിട്ടിക്കഴിഞ്ഞു എന്നാണ്. അതെ അള്ളാഹുവിലേക്ക് തന്നെയാണ് മടക്കം. എന്നാലും റബ്ബേ ഇത്രയധികം പോറ്റി വളർത്തിയ ആ ഒരു മക്കൾ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവുക എന്നറിയുമ്പോഴേ ഏതൊരു മാതാപിതാക്കൾക്കും സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. പടച്ച റബ്ബ് ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ കൊണ്ടുപോകുന്ന അവസ്ഥ എന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. അല്ലാ, ആർക്കും ആ ഒരു ഗതി നീ വരുത്തല്ലേ അല്ലാ റഹ്മാനെ. ആ പിതാവ് വീൽ ചെയറിലിരുന്നു കൊണ്ട് അത് അദ്ദേഹത്തിന് കണ്ണീരില്ല. അദ്ദേഹത്തിൻ്റെ ഹൃദയം മരവിച്ച് പോയ രീതിയിലാണ്. കാരണം എൻ്റെ മക്കളെ ഇനി ദുനിയാവിൽ നിന്ന് കാണില്ലല്ലോ അല്ലാ. കഫം പുടവയണിഞ്ഞ ആ പൊന്നുമക്കളെ ഒരിക്കൽ കൂടി കാണണമെന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത് ആശുപത്രി അധികൃതർ
അനുസരിച്ചു. എങ്കിലും എന്തിനായിരിക്കും? സന്തോഷമല്ലല്ലോ. അതെ, ആ പൊന്നുമോൻ ചെറിയ 5 വയസ്സുകാരനൊക്കെ ഓടിച്ചാടി കളിക്കുന്ന ആ പ്രായം. 4 മക്കളും, അതെ 5 മക്കളിൽ 4 പേരും പോയി. ആ ഒരൊറ്റ പെങ്ങൾ മാത്രം ബാക്കിയായി. അള്ളാഹുവേ റഹ്മാനെ, എന്തായിരിക്കും ആ ഒരു അവസ്ഥ? അള്ളാഹുവേ, അവർക്ക് നീ ക്ഷമ നൽകി അനുഗ്രഹിക്കുക റഹ്മാനെ. ഫാമിലി ഒരുമിച്ചുള്ള യാത്ര അതെല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഇവർ ഫെസ്റ്റ് കാണുവാൻ വേണ്ടി പോയി. കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു വരുന്ന ആ ഒരു അവസ്ഥയിലാണ് റഹ്മാനെ ആ വലിയൊരു അപകടം സംഭവിച്ചത്. അതെ, പൊന്നുമക്കളെ 4 മക്കളെയും, അതെ ജീവനറ്റ ശരീരമാണ് പിന്നീട് കാണുവാൻ കഴിയുന്നത്. 5 മക്കളിൽ അതെ അവരുടെ പൊന്നുമോളെ മാത്രം ബാക്കിയാക്കി ബാക്കി 4 മക്കളെയും അള്ളാഹു കൊണ്ടുപോയി. പക്ഷേ ആ മാതാപിതാക്കൾക്ക് സ്വർഗത്തിൽ സ്ഥാനം ഉറപ്പിച്ചു എന്നതിൻ്റെ കാര്യം അതുറപ്പായി. മക്കൾ പൂമ്പാറ്റകളെ പോലെ, ചിത്രശലഭങ്ങൾ പോലെ അതാ ആ ഒരു സ്വർഗത്തിൽ പാറിപ്പറക്കുമ്പോൾ ഇതാ നമ്മളിവിടെ നിന്ന് ഖബർ ജീവിതം അവസാനിച്ച് പരലോകത്തേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് മക്കൾ അള്ളാഹുവിനോട് പറയുമത്രേ, അള്ളാഹ് പഠിച്ചോനെ, ഞങ്ങൾ ഉമ്മയും ഉപ്പയും ഞങ്ങൾ വിടില്ല. അവരുടെ വസ്ത്രത്തിൽ പറ്റിച്ചേർന്ന് പിടിച്ചിട്ടുണ്ടാവും ആ മക്കൾ. ആ നിമിഷം തന്നെ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹ് റഹ്മാനെ, അത് ക്ഷമയുടെ അങ്ങേയറ്റം ആ ഉമ്മയും ഉപ്പയും ക്ഷമിച്ചതിൻ്റെ ഫലമായിട്ട് കൂടിയാണ് അങ്ങനെയൊരു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന. പ്രായപൂർത്തിയാകാത്ത ഏത് മക്കൾ മരണപ്പെട്ടു പോയാലും അവരുടെ ഉമ്മാക്കും ബാപ്പാക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതിയുണ്ട്. അള്ളാഹുവേ, പക്ഷേ ദുനിയാവിൽ നിന്ന് സഹിക്കാൻ കഴിയില്ലല്ലോ. ആ പൊന്നുമക്കൾ ഇനിയൊന്ന് കാണണമെന്ന് വെച്ചാൽ ഒരിക്കലും നടക്കില്ലല്ലോ. എന്തൊക്കെ തന്നെയാലും അതെ ആ മയ്യത്തുകൾ വരിവരിയായി കിടത്തുമ്പോൾ ആ പൊന്നുമക്കളുടെ മുഖത്തേക്ക് ആ പിതാവ് ഒരു നോട്ടം നോക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ആകപ്പാടെ ഒരു മരവിച്ച രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ഇനി എന്ത്? അതെ, ഇതുവരെ സമ്പാദിച്ചതും ഉണ്ടാക്കിയിട്ടതെല്ലാം മക്കൾക്കായിരുന്നു. പക്ഷെ മക്കളില്ലാതെ ഇനി എന്ത്? എൻ്റെ മക്കളില്ലാതെ ഞാൻ ആർക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്? എല്ലാം അവർക്ക് വേണ്ടിയിട്ടല്ലേ? അവരില്ലാതെ എന്തിനാണ്? അതെ, ഒരു പക്ഷേ മരണം വരെ അവർ ആഗ്രഹിച്ചു പോയിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ആ പൊന്നുമക്കളുടെ കൂടെ നമുക്കും സ്വർഗത്തിൽ പാറിപ്പറക്കുവാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ റഹ്മാനെ. മക്കൾ, അതെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ കൊണ്ടുപോകുന്ന അവസ്ഥ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല അല്ലാഹ് റഹ്മാനെ. അത് നീ തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ, നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.